നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് സുരഭില സുന്ദര സ്വപ്നം. സുരഭില സുന്ദര സ്വപ്നം ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ്. സൺ നെക്സ്റ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടിയായിരുന്നു സിനിമയുടെ OTT റിലീസ്. 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചെറിയ സിനിമയാണ്. പുതുമുഖങ്ങളാണ് എല്ലാവരും. അതിപ്പോൾ പല പുതുമുഖങ്ങളുടെ സിനിമകളും നമ്മൾ കാണാറുണ്ട്. എല്ലാ സിനിമകൾക്കും ഞാൻ റിവ്യൂ പറയാറില്ല. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ അത് ഒരു 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 മനസാക്ഷി കുത്തു പോലെ തോന്നി. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണുന്ന പടങ്ങൾ എടുത്ത് റിവ്യൂ ചെയ്തുകൂടെ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളും നമ്മൾ റിവ്യൂ ചെയ്യണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമ എല്ലാവരും കണ്ട് ഏറ്റെടുത്തത് കൊണ്ടാണ് സെന ഹെഡ്ജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറും മനോജ് KU എന്ന് പറഞ്ഞൊരു ആക്ടറും എന്ന് വേണ്ട നമുക്ക് ഇഷ്ടംപോലെ കലാകാരന്മാരെ നമുക്ക് കിട്ടിയത്. അതുപോലെ ഒരു ചെറിയ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് തോന്നി. ചെറിയ സിനിമകളാണെന്ന് വിചാരിച്ച് നല്ല സിനിമയാണെങ്കിൽ അത് റിവ്യൂ ചെയ്താൽ അത് അവർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ചെറിയ കലാകാരന്മാർ, കാരണം നമ്മൾ വലിയ ബാനറിൽ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വരുന്ന പല പല പടങ്ങളും കണ്ട് നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ല രസമുള്ള സിനിമയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഇതിനകത്തില്ല അതർ ദാൻ ഡയാന ഹമീദ്. ക്ലൈമാക്സിൽ വരുന്നുണ്ട് ഒരു ഒറ്റ സീനിൽ. ബാക്കി ആരും നമ്മൾ അറിയുന്നവരല്ല, പുതുമുഖങ്ങൾ മാത്രം അഭിനയിച്ച സിനിമ. പക്ഷെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല അതൊരു പുതുമുഖമാണെന്ന്. എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ട സിനിമ. ചെറിയ സിനിമയാണ്. ടോണി മാത്യു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൂട്ടം പുതുമുഖങ്ങൾ, രാജേഷ്, പിന്നെ രാജേഷിൻ്റെ കൂടെ കുട്ടായി ഉണ്ട് കൂട്ടുകാരനായിട്ട്, പിന്നെ രാജേഷിൻ്റെ ഭാര്യ, പിന്നെ ഒരു സണ്ണിച്ചേട്ടൻ്റെ ഭാര്യ, പിന്നെ സണ്ണിച്ചേട്ടൻ്റെ അളിയൻ, പിന്നെ ഒരു കൊട്ടമല സജി എന്ന് വേണ്ട ഇതൊക്കെ കഥാപാത്രങ്ങളുടെ പേരാണ്. ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാം നമ്മൾ ഓർത്തിരിക്കാൻ കാരണമുണ്ട്. അത്ര മനോഹരമായി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നുണ്ട്. നല്ല രസമായിട്ട് പോകുന്ന, എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സബ്ജക്റ്റ്. ഒരു വലിയ സംഭവമൊന്നുമില്ല. ഒരു ഫാമിലിയിൽ ഒരു അനിയനും ചേട്ടനും ഒരുമിച്ച് താമസിക്കുകയാണ്. കാലക്രമേണ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയാണ്. കാരണം അപ്പൻ ഈ വീട് അനിയൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അപ്പോൾ പിന്നെ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് അനിയൻ പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുക? ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറാനാണ് അവർ വിചാരിക്കണത്. എന്നാൽ വാടകയ്ക്ക് അപ്പുറത്തേക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു ചെറിയ വീട് വെക്കണം എന്നുള്ള സുരഭില സുന്ദര സ്വപ്നമാണ് അയാൾക്ക്, രാജേഷിന്. അങ്ങനെ അയാൾ അതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്, അതിനുവേണ്ടി അയാൾ കഷ്ടപ്പെടുന്നതെല്ലാമാണ് സിനിമ കാണിക്കുന്നത്. മനുഷ്യനെ നിമിഷ നേരത്തേക്കുള്ള ഒരു അല്ലാണ്ട് നൈമിഷികമായ ജീവിതത്തിൽ നമ്മൾ കുറേ വാശികളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതും എല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മളിലേക്ക് പറയാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചൊരു സിനിമ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ രസമായിട്ട് പോകുന്ന സിനിമ. ഒരു നല്ല സിനിമയാണെങ്കിൽ, ഒരു നല്ല തിരക്കഥയും നല്ല സിനിമയും സംവിധാനവും ക്യാമറ വർക്കും എല്ലാം കൊണ്ടും മ്യൂസിക് ഇഴുകി ചേർന്ന ഒരു മ്യൂസിക്കൊക്കെ ആണെങ്കിൽ അധികം വലിയ നമ്മൾ അറിയണ ആക്ടേഴ്സൊന്നും വേണമെന്നില്ല നമ്മളത് മുഴുമിപ്പിക്കാൻ. ഒരു സിനിമ കംപ്ലീറ്റ് ആകുന്നത് വരെ മുഴുമിപ്പിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും വേണമെന്നില്ല. സിനിമ നമ്മളെ കൊണ്ടുപോയാൽ മതി. എനിക്ക് അങ്ങനെ തോന്നിയ ഒരു സിനിമയാണ് സുരഭില സുന്ദര സ്വപ്നം. പെർഫോമൻസസ് പറയുകയാണെങ്കിൽ രാജേഷിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. വളരെ നാച്ചുറലായിട്ട് നല്ല രസമായിട്ട് രാജേഷ് എന്ന കഥാപാത്രം നല്ല രസമായിട്ട് ചെയ്തു. രാജേഷിൻ്റെ ഫ്രണ്ട് കുട്ടപ്പായും നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഒരു ഇത്തിരി ഓവറായ പോലെ തോന്നി. പക്ഷെ എന്നാലും ബാക്കി ഓവറോൾ നോക്കുമ്പോൾ ആ കൂട്ടുകാരൻ്റെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു 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 അക്കുട്ടായി എന്ന കഥാപാത്രം വളരെ രസകരമായിരുന്നു. പിന്നെ സണ്ണിച്ചേട്ടൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ആ ഒരു മെയിൻ കഥാപാത്രമാണ്. സണ്ണിച്ചേട്ടനെ അടിപൊളിയായിട്ട് ചെയ്തു. സണ്ണിച്ചേട്ടൻ്റെ അളിയൻ മറുതബേബിയും നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് മറുതബേബി എന്ന കഥാപാത്രവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, സണ്ണിച്ചേട്ടൻ്റെ ഭാര്യ. അവർ വളരെ കൺവിൻസിംഗ് ആയിട്ട് നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് നമ്മുടെ രാജേഷിൻ്റെ ഭാര്യ സൂപ്പറായിരുന്നു. അവരുടെ ആക്ടിങ് വളരെ നാച്ചുറലായിരുന്നു. ഒരു സീനിൽ അവർ ഭയങ്കര രസമായിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയൻ്റെ ഭാര്യ എല്ലാം അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ചേർന്ന റോള് തന്നെയാണ്. അവർ ആക്ച്വലി അതിപ്പോൾ ആ റോളിനോട് 100% ജസ്റ്റിസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കൊട്ടമല സജിയുണ്ട്, JCBയുടെ ഡ്രൈവർ. അങ്ങനത്തെ ഇൻട്രഡക്ഷൻ തന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഒരു ഹീറോയ്ക്ക് ഇമോജ് കൊണ്ട്. പക്ഷെ എങ്കിലും അതൊക്കെ എടുത്തേക്കേണ്ടതും പിന്നെ ഇങ്ങനെ ഇതും കൊണ്ട് വരണേ, അതായത് JCB കൊണ്ട് വരണ ഒരു സീൻ ടോപ്പ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായി ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാം. ക്ഷമയോടെ കണ്ടിരിക്കണം. ഒരുപാട് പ്രതീക്ഷകൾ വെക്കാതെ സിമ്പിളായിട്ട് കണ്ടിരുന്നാൽ രസമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു സിനിമയാണ് സുരഭില സുന്ദര സ്വപ്നം. ഡെഫിനറ്റായിട്ടും കണ്ടു നോക്കണം എന്ന് ഞാൻ പറയും. കാരണം
വേറെ സിനിമകളൊന്നും അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ ആഴ്ച അധികം ഒ ടി ടി റിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഒരു മെയിൻ ഒ ടി ടി റിലീസ്. ഡയറക്റ്റ് ഒ ടി ടി റിലീസ് സിനിമ തിയേറ്ററിലൊന്നും ഇറങ്ങിയില്ല. തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. നല്ല രസമായിട്ട് ഈവൻ്റെ ക്ലൈമാക്സ് പോലും നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിട്ട് എൻഗേജ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.